ടാസ്കിന്റെ ഇടയിൽ ഷാനവാസ് മെഡിക്കൽ കാർഡ് എടുത്തെന്ന് അനീഷ്. ഇന്ന് ടാസ്ക് നടന്ന സമയത്ത് ഷാനവാസ് ഗുളിക കഴിക്കാൻ പോയി. അയാൾക്ക് ചെറുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ടാസ്ക് നടത്താനായിട്ട് ഒരു 10-15 സെക്കൻഡ് ഡിലേ വന്നു, ഷാനവാസ് ഗുളിക കഴിക്കാൻ പോയതുകൊണ്ട്. അയാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് പെട്ടെന്നായിരുന്നു ടാസ്ക് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. എന്നാൽ ഷാനവാസിന്റെ ഈയൊരു പ്രവൃത്തിയെ അനീഷ് നോക്കിക്കണ്ടത് വേറൊരു രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് മെഡിക്കൽ കാർഡ് എടുക്കുകയാണെന്ന്. ഇതിനെ ചൊല്ലി അവർ രണ്ടുമായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെറിയൊരു വാക്കുതർക്കം തന്നെ ഉണ്ടായിരിക്കുന്നു. തൻ്റെ ഹെൽത്തിനെ പറ്റിയാണ് അനീഷ് ഇങ്ങനെയൊരു സംസാരം അവിടെ ഉണ്ടാക്കിയത്. അതിപ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കരുതെന്ന് ഷാനവാസ് അനീഷിനെ താക്കീത് ചെയ്ത് അകത്തേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത്. അനീഷ് എന്തായാലും ഷാനവാസിനെ വല്ലാണ്ട് പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാവും ഷാനവാസ് കുളിക്കാനായി 2.5 മണിക്കൂറിൽ കൂടുതൽ എടുത്തെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അത് ലംഘിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നും അനീഷ് പറയുന്നുണ്ട്. എന്നാൽ ആര്യനും മറ്റു ചിലരും അതേസമയം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഷാനവാസ് കുളിക്കാനായിട്ട് വെറും 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നും, അല്ലാതെ അനീഷ് പറയുന്നത് പോലെ 2.5 മണിക്കൂറൊന്നും എടുത്തിട്ടില്ല എന്നും. അനീഷ് ഇങ്ങനെ ഷാനവാസിനോട് പറഞ്ഞതുകൊണ്ടാവാം അയാൾ വെറും ഒരു കോമഡിയായിട്ട് മാത്രം ഇതിനെ എടുത്തത്. മറിച്ച് ആ ബിൻസി വല്ലതുമായിരുന്നു എങ്കിൽ ഇവിടെ വലിയൊരു വഴക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്താണ് കാരണമെന്നറിയില്ല, ബിൻസിക്ക് അനീഷിനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അനീഷ് ഇപ്പോൾ കുറേയായി തൻ്റെ ബൗണ്ടറി നോക്കാതെ മറ്റുള്ളവരുടെ സ്പേസിൽ കയറി ചെല്ലുന്നു. എന്തോ വലിയ സംഭവമാണെന്ന ഭാവം ഇടയ്ക്കൊക്കെ അനീഷിൻ്റെ മുഖത്ത് നമുക്ക് കാണാം. അനീഷ് എന്തായാലും സ്ക്രീൻ സ്പേസിന് വേണ്ടി വെറുതെ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതായിട്ട് ചിലർക്കെങ്കിലും തോന്നാതിരിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഉപയോഗിച്ച് പറയുന്നതൊക്കെ വളരെ ചീപ്പായ ഒരു പ്ലാൻ ആയിട്ടാണ് തോന്നുന്നത്. എല്ലാവരെയും പോലെ തന്നെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇതേപോലെ ആവശ്യമില്ലാത്ത ചില വഴക്കുകൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ മുമ്പേ ഉണ്ടാക്കിയ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും നോക്കിക്കാണാം അനീഷിൻ്റെ കളി എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്.